വയനാടൻ മലനിരകളുടെ സൗന്ദര്യം നിറഞ്ഞ കൽപ്പറ്റയിൽ കോടമഞ്ഞും കാറ്റുമേറ്റുണരുന്ന ഒരു പ്രഭാതത്തിലായിരുന്നു ദാമോദരൻ എന്ന സാധാരണക്കാരനായ മനുഷ്യന്റെ സ്വപ്നങ്ങളുടെ തുടക്കം. കഴിഞ്ഞ 10 വർഷമായി നഗരത്തിലെ തിരക്കിട്ട ഒരു ഹോട്ടലിന്റെ അടുക്കളയിൽ മാനേജരായി ജോലി ചെയ്യുകയായിരുന്നു അയാൾ. ഓരോ ദിവസവും അയാൾ തന്റെ സ്വപ്നങ്ങൾക്ക് മധുരം കലർത്തി. ദാമോദരൻ തന്റെ സമ്പാദ്യവും ബാങ്കിൽ നിന്ന് കിട്ടിയ വലിയൊരു വായ്പയും കൈമുതലാക്കി ഹൈവേയോട് ചേർന്നുള്ള സ്വന്തം സ്ഥലത്ത് ഗോൾഡൻ ബേക്സ് എന്ന തന്റെ സ്വപ്നത്തിന് കല്ലിട്ടു. ദിവസങ്ങളോളം മാസങ്ങളോളം അയാൾ അതിനായി അഹോരാത്രം അധ്വാനിച്ചു. മഞ്ഞയും സ്വർണ്ണ നിറവും ചേർന്ന നിറക്കൂട്ടുകൊണ്ട് ബേക്കറി മോടി പിടിപ്പിച്ചു. ബേക്കറിയുടെ വാതിൽ തുറന്നപ്പോൾ പുതുമയുള്ള ബ്രെഡിന്റെയും വാനിലയുടെയും കാരമലിന്റെയും മണം കൽപ്പറ്റയുടെ അന്തരീക്ഷത്തിൽ നിറഞ്ഞു. ഓരോ കേക്കും ഓരോ ബ്രെഡും ദാമോദരന്റെ ആത്മാർത്ഥതയുടെയും കഠിനാധ്വാനത്തിന്റെയും ഫലമായിരുന്നു. അധികം താമസിയാതെ ഗോൾഡൻ ബേക്സ് കൽപ്പറ്റയിലെ ആളുകളുടെ ഇഷ്ടസ്ഥലമായി മാറി. കുട്ടികളും മുതിർന്നവരും ദിവസവും അവിടെയെത്തി പലഹാരങ്ങൾ വാങ്ങി. ദാമോദരൻ എല്ലാവർക്കും പ്രിയപ്പെട്ട ഗോൾഡൻ ബേക്സിലെ ചേട്ടനായി. വിജയത്തിന്റെ തണലിൽ ദാമോദരൻ സ്വസ്ഥമായിരുന്ന കാലത്താണ് ആ കൊടുങ്കാറ്റ് വീശിയത്. ഹൈവേയുടെ മറുവശത്ത് കൂടുതൽ പ്രശസ്തനും പണക്കാരനുമായ വിശ്വനാഥൻ എന്നൊരാൾ മിഡ്നൈറ്റ് ബേക്സ് എന്ന പേരിൽ ഒരു വലിയ ബേക്കറി തുറന്നു. ആദ്യമൊക്കെ ഇത് ഒരു സാധാരണ ബിസിനസ് മത്സരമായി മാത്രമേ ദാമോദരൻ കണ്ടുള്ളൂ. എന്നാൽ വിശ്വനാഥൻ തന്റെ സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ ഉപയോഗിച്ചത് സത്യസന്ധമല്ലാത്ത വഴികളായിരുന്നു. മിഡ്നൈറ്റ് ബേക്സ് വലിയ ഓഫറുകളും വിലക്കുറവും നൽകി. ദാമോദരന്റെ ബേക്കറിയിലേക്ക് വരുന്ന കസ്റ്റമർമാരെ വിശ്വനാഥൻ ആകർഷകമായ ഓഫറുകൾ നൽകി തന്നിലേക്ക് ആകർഷിച്ചു. വിശ്വനാഥന്റെ കണ്ണുകൾ ദാമോദരന്റെ വിജയത്തിൽ അസൂയ പൂണ്ട് ഇരുണ്ടുപോയിരുന്നു. പതുക്കെ പതുക്കെ ഗോൾഡൻ ബേക്സിലെ തിരക്ക് കുറഞ്ഞു തുടങ്ങി. ചില്ലലമാരകളിൽ കേക്കുകൾ പഴകിയ ഗന്ധവുമായി ദാമോദരന്റെ പ്രതീക്ഷകളെപ്പോലെ വാടി. ദാമോദരന്റെ മുഖത്ത് നിറഞ്ഞ ചിരി മെല്ലെ മെല്ലെ മാഞ്ഞു തുടങ്ങി. ഈ സമയത്താണ് ദാമോദരനും തൊഴിലാളിയായ രമേശും ബേക്കറി തുറക്കാൻ വന്നപ്പോൾ ഒരു പേടിപ്പിക്കുന്ന കാഴ്ച കണ്ടത്. ബേക്കറിയുടെ വാതിലിനു മുന്നിൽ ഒരു വെളുത്ത പൂച്ചയുടെ തലയറുത്ത് ബലിയിട്ടിരിക്കുന്നു. രമേശ് ഭയന്ന് വിറച്ചുപോയെങ്കിലും ഉടമയായ ദാമോദരന്റെ മുന്നിൽ ധൈര്യം കാണിക്കാൻ ശ്രമിച്ചു. അശുഭകരമായ ആ വസ്തു എടുത്തുമാറ്റി. അപ്പോഴാണ് അവന്റെ കൈക്കൊരു ചെറിയ മുറിവുണ്ടായത്. രക്തം പൊടിഞ്ഞു. അടുത്ത ദിവസം തന്നെ രമേശിന് കടുത്ത പനി തുടങ്ങി. കൈയിലെ മുറിവിൽ വലിയ വ്രണങ്ങൾ രൂപപ്പെട്ടു. എത്ര ചികിത്സിച്ചിട്ടും ഫലമില്ലാതെ ദിവസങ്ങൾക്കുള്ളിൽ രമേശിന്റെ കൈ മുറിച്ചു മാറ്റേണ്ടി വന്നു. ഈ കാഴ്ച ദാമോദരനെ ഭയത്തിന്റെ ആഴങ്ങളിലേക്ക് തള്ളിവിട്ടു. താനും സുഖം പ്രാപിച്ചു വരുന്ന തന്റെ കാലിലെ ചെറിയ മുറിവ് വിചിത്രമായി വേദനിക്കുന്നതായി അയാൾക്ക് തോന്നി. ഓരോ വേദനയും ഒരു ഓർമ്മപ്പെടുത്തലായി മാറി. ആരോ തന്നെ വേട്ടയാടുന്നു. രമേശിന്റെ ദുരവസ്ഥ കണ്ടപ്പോൾ ദാമോദരന്റെ ഭാര്യ ലക്ഷ്മി ദാമോദരന്റെ കാലിലെ മുറിവിനെക്കുറിച്ച് ഭയത്തോടെ സംസാരിച്ചു. ഒരു സാധാരണ മുറിവിൽ നിന്ന് ഇങ്ങനെയൊരു വേദന വരാൻ സാധ്യതയില്ലെന്നും എന്തോ ദുശക്തി ഇതിന് പിന്നിലുണ്ടെന്നും അവർക്ക് മനസ്സിലായി. നിസ്സഹായനായിരുന്ന ദാമോദരൻ ഒരു മന്ത്രവാദിയെ സമീപിക്കാൻ തീരുമാനിച്ചു. തങ്ങളെ ഉപദ്രവിക്കുന്നത് ആരാണെന്നറിയണമെന്നും ഇതിനൊരു പരിഹാരം വേണമെന്നും അയാൾ ആവശ്യപ്പെട്ടു. മന്ത്രവാദി പലതരം പൂജകളും കർമ്മങ്ങളും ചെയ്തു. പക്ഷേ ദാമോദരന്റെ കാലിലെ വേദന കൂടിക്കൂടി വന്നു. ദുർമന്ത്രവാദത്തിന്റെ ശക്തിക്ക് മുന്നിൽ താൻ പരാജയപ്പെട്ടെന്ന് ആ മന്ത്രവാദി ഏറ്റുപറഞ്ഞു. അതോടെ ദാമോദരന്റെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു. എല്ലാം നഷ്ടപ്പെട്ടളർന്ന മനസ്സുമായി ദാമോദരൻ കുടുംബത്തോടൊപ്പം തിരുവനന്തപുരത്തേക്ക് യാത്രയായി. അവിടെ താൽക്കാലികമായി താമസിക്കുമ്പോൾ ഒരു രാത്രി അയാൾ ഒരു സ്വപ്നം കണ്ടു. ഒരു സിദ്ധൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തിന്റെ കാലിൽ തലോടി. ആ തലോടലിൽ ദാമോദരന്റെ വേദനയെല്ലാം അപ്രത്യക്ഷമായി. ദാമോദരൻ ആശ്ചര്യത്തോടെ ഉണർന്നു നോക്കിയപ്പോൾ കാലിന് ഒരു രോഗവും ഉണ്ടായിരുന്നില്ല. പൂർണ്ണമായും സുഖം പ്രാപിച്ചിരിക്കുന്നു. ഒപ്പം സിദ്ധൻ ഭസ്മവും കുങ്കുമവും മഞ്ഞളും അടങ്ങിയ ഒരു പൊതി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് വീടിന് ചുറ്റും തളിക്കാൻ സിദ്ധൻ സ്വപ്നത്തിൽ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. ഉണർന്നയുടൻ സ്വപ്നത്തിൽ കണ്ടതുപോലെ ദാമോദരൻ ആ പൊതിയെടുത്ത് വീടിനു ചുറ്റും തളിച്ചു. ഭയം കാരണം സ്റ്റോർ റൂം തുറക്കാൻ മടിച്ചെങ്കിലും സ്വപ്നത്തിലെ വിശ്വാസം അയാളെ മുന്നോട്ട് നയിച്ചു. മുറി തുറന്നപ്പോൾ മന്ത്രവാദത്തിനായി ഉപയോഗിച്ച പൂച്ച അവിടെ ചത്തുകിടക്കുന്നതായി കണ്ടു. ദുർമന്ത്രവാദത്തിന്റെ സ്വാധീനം തന്റെ വീട്ടിൽ നിന്നും പൂർണ്ണമായും നീങ്ങിയിരിക്കുന്നു എന്ന് അയാൾക്ക് ബോധ്യമായി. ആ കാഴ്ച ദാമോദരന്റെ മനസ്സിൽ ഭയത്തിനു പകരം ഭക്തിയും ആത്മവിശ്വാസവും നിറച്ചു. തന്റെ ബേക്കറി വീണ്ടും തുറക്കാനുള്ള തീരുമാനവുമായി അയാൾ കൽപ്പറ്റയിലേക്ക് തിരിച്ചു. ഹൈവേയിലേക്ക് പ്രവേശിച്ചപ്പോൾ ദൂരെയെങ്ങും തീയും പുകയും ഉയരുന്നത് അയാൾ കണ്ടു. ഒരു നിമിഷം അയാളുടെ നെഞ്ചു കിടുങ്ങി. എന്നാൽ അവിടേക്ക് അടുക്കുന്തോറും ആ തീപിടിത്തം എതിരാളിയുടെ മിഡ്നൈറ്റ് ബേക്കറിയെയാണ് വിഴുങ്ങിയതെന്ന് അയാൾ മനസ്സിലാക്കി.
ദുരഭിമാനവും തിന്മയും കെട്ടിപ്പടുത്ത സാമ്രാജ്യം ഒരു നിമിഷം കൊണ്ട് നശിച്ചുപോയിരുന്നു. ദാമോദരൻ തന്റെ ഗോൾഡൻ ബേക്കറി തുറന്നു. ജീവിതത്തിലെ വലിയൊരു തിരിച്ചറിവ് നേടിയ ആ മനുഷ്യൻ പുതിയൊരു ഊർജ്ജസ്വലതയോടെ തന്റെ സംരംഭത്തെ നയിച്ചു. ഈ ലോകത്ത് ആരെയും നശിപ്പിക്കാൻ ശ്രമിച്ചാൽ ആ തിന്മ തിരികെ വരുമെന്നും ദൈവത്തിലുള്ള വിശ്വാസമാണ് എല്ലാ പ്രശ്നങ്ങൾക്കും യഥാർത്ഥ പരിഹാരമെന്നും അയാൾ തിരിച്ചറിഞ്ഞു. ഗോൾഡൻ ബേക്കറി വീണ്ടും തിളങ്ങി. പക്ഷെ ഇത്തവണ ദാമോദരന്റെ ഹൃദയത്തിൽ സ്വർണത്തിന്റെ തിളക്കത്തേക്കാൾ തിളക്കമുള്ള ആത്മവിശ്വാസമുണ്ടായിരുന്നു.